ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് സെറ്റ് ജാനുവരി 2025 പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പുതിയതായിട്ട് എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, പ്രിപ്പറേഷനിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, പുതിയ ചോദ്യപേപ്പറിൽ നിന്നും, അതായത് ലാസ്റ്റ് നടന്ന ചോദ്യപേപ്പറിൽ നിന്നും നമ്മൾ എന്ത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അടുത്ത പ്രിപ്പറേഷനിലേക്കുള്ള മൂവ് നടത്തേണ്ടതെന്ന് ഒരു ചെറിയൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. കെമിസ്ട്രി സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ആണ് ടോസ് അക്കാഡമി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ സെറ്റ് ജനുവരി 2025 നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങാൻ പോവാണ് അല്ലെ. ഈ തവണത്തെ സെറ്റ് കെമിസ്ട്രിയുടെ അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകളുടെയൊക്കെ റിസൾട്ട് നിങ്ങളെ എല്ലാവരെയും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോൾ 1 മാർക്കിനും 2 മാർക്കിനും അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാതെ പോയവർക്കൊക്കെ കിട്ടാതെ പോയിട്ടുണ്ടാവാം. അപ്പൊ അതൊന്നും കണ്ട് നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങളുടെ ഒരു ഏരിയ അല്ല, നിങ്ങൾക്ക് കിട്ടില്ല എന്നൊന്നും വിചാരിക്കരുത്. 2-3 ഫാക്ടേഴ്സ് ആണ് നിങ്ങൾക്ക് ഇത്തവണ കിട്ടാതെ പോയതിനുള്ള കാരണം. ഒന്ന് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ, ആ ഒരു അപ് ടു ദ ലെവൽ എത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ഫോക്കസ്ഡ് ഏരിയാസ് മാറിപ്പോയിട്ടുണ്ടാവാം. നല്ലൊരു പ്രിപ്പറേഷൻസ് നിങ്ങൾ ഫ്രം ദ ബിഗിനിങ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ല. പിന്നെ ഓവറോൾ ഇത്തവണ പരീക്ഷയുടെ വിജയ ശതമാനം വളരെ കുറവാണ്. 10% കുട്ടികളാണ് എഴുതിയവരിൽ 10% കുട്ടികളാണ് പരീക്ഷ പാസ്സായത്. അപ്പൊ അതും ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ആ 10%ത്തിലേക്ക് നമ്മൾ എങ്ങനെ കയറിപ്പറ്റാം? അടുത്ത തവണയും എക്സാം ടഫ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ 10%ത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്തിപ്പറ്റാം എന്നുള്ളതാണ്. അപ്പോൾ 2024 നിങ്ങൾ എടുത്ത തയ്യാറെടുപ്പിൽ നിന്നും കുറച്ച് വ്യത്യസ്തതകൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് ചോദ്യപേപ്പർ വിശകലനം ചെയ്ത് അതിലുണ്ടായ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഏതൊരു പരീക്ഷയ്ക്കും സ്ഥിരമായിട്ടുള്ള ഒരു കോർ ഏരിയാസ് ഉണ്ടാവും. അത് എപ്പോഴും, അതിലിപ്പോ 25-ലാണേലും 26-ലെ പരീക്ഷയ്ക്കാണേലും സെറ്റ് എന്നല്ല ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനാണേലും ആ സബ്ജക്റ്റിൽ നിന്ന് ആ ഏരിയാസ് കൂടുതൽ ഫോക്കസ് തന്നെ കൊടുക്കുക. പ്ലസ് എക്സ്ട്രാ പുതിയ വന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതായത് നമ്മുടെ ഒരു സിലബസും എക്സാം ഫോർമാറ്റും ഒക്കെ നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾക്ക് അത്രയും സമയമുണ്ട്, 6 മാസത്തെ സമയമുണ്ട്. 6 മാസത്തെ സമയത്തിൽ നിങ്ങൾ പരീക്ഷ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റ് ഒരു 2 month സ്റ്റഡി പ്ലാനിനോ അല്ലെങ്കിൽ ഒരു 30 days സ്റ്റഡി പ്ലാനിലേക്കോ ഒന്നും പോകാതെ നമുക്ക് ബിഗിനിങ്ങിൽ തന്നെ തുടങ്ങിയാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു പ്ലാനിങ്ങിലോടുകൂടി നിങ്ങൾക്ക് പരീക്ഷ പാസ്സാകാനായിട്ട് സാധിക്കും. ആദ്യമായി തന്നെ സിലബസ് മനസ്സിലാക്കുക, എക്സാമിന്റെ ഫോർമാറ്റ് മനസ്സിലാക്കുക, അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ ടോപ്പിക്കുകൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. ഫിസിക്കൽ, ഓർഗാനിക്, ഇനോർഗാനിക്, അനലിറ്റിക്കൽ എന്ന് പറയുന്ന പോലെ. അതുപോലെ തന്നെ ഹൈ വെയിറ്റ് ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്യുക. ആദ്യമേ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് വളരെ അത്യാവശ്യമാണ്. സെറ്റിന് ഇപ്പൊ MSc ലെവൽ ടോപ്പിക്കാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് ആദ്യമേ കയറി MSc ടോപ്പിക്സിലേക്കല്ല കടക്കേണ്ടത്. നേരെ മറിച്ച് ബേസിക്കിൽ നിന്ന് അഡ്വാൻസിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ ഒരുപാട് ഇക്വേഷൻസും ഡയഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്, പാത്വേസും സ്ട്രക്ചേഴ്സും ഒക്കെ. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒരു പേപ്പറിലൊക്കെ എഴുതി അങ്ങനെയൊക്കെ ഒന്ന് നോക്കി പഠിച്ച് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ചോദ്യപേപ്പർ വിശകലനം ചെയ്താൽ നമ്മുടെ സിലബസിലില്ലാത്ത ജനറൽ ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ വരുന്നത് പീരിയോഡിക് ടേബിളിൽ നിന്നുള്ള ട്രെൻഡ്സ് ആണ്. അപ്പോൾ അത് പീരിയോഡിക് ടേബിൾ നിങ്ങൾ മാസ്റ്റർ ചെയ്യുക. പീരിയോഡിക് ടേബിളിലെ എലമെന്റ്സ് അത്യാവശ്യം നന്നായിട്ട് അറിഞ്ഞിരിക്കുക. അത് കോഡും മറ്റുമായിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ ജനറൽ ട്രെൻഡുകളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ഇത് വീണ്ടും ആക്റ്റീവ് റീകോൾ സ്പേസ് റിപ്പിറ്റീഷൻ ആവശ്യമാണ്. വൺസ് നിങ്ങൾ പഠിച്ചത് ഇന്റർവെൽ കൂട്ടി നിങ്ങൾ അത് വീണ്ടും റിവ്യൂ ചെയ്യുക, റിവിഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. മൈൻഡ് മാപ്പും ഫ്ലാഷ് കാർഡുകളും ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കുന്ന റൂമിന്റെ ഭിത്തിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി നിങ്ങൾ കാണുന്ന നിങ്ങളുടെ മെറ്റീരിയൽസിലൊക്കെ അത് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രം ദ ബിഗിനിങ് നല്ലൊരു ടെക്നിക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ടോസ് അക്കാഡമി ജാനുവരി 2025 സെറ്റ് പരീക്ഷയ്ക്കായിട്ടുള്ള കോച്ചിങ് ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ സെക്കൻഡ് ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ടോസ് അക്കാഡമിയുടെ കോച്ചിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ 7510155485 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
ക്ലാസ്സസിന്റെ പ്രത്യേകതകൾ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ, നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ലൈവ് റിവിഷൻ സെഷനുകൾ, മെന്ററുമായിട്ട് തന്നെ ഡൗട്ട് ക്ലിയറൻസ്, PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെഷൻസ് എല്ലാം നിങ്ങളുടെ ഈ ഒരു കോച്ചിങ് പാക്കേജിൽ ഉൾപ്പെടും. നമ്മളുടെ ഒരു 5 ഇയർ എക്സ്പീരിയൻസ് ആണ് സെറ്റ് കോച്ചിങ്ങിൽ. നിങ്ങളുടെ നിങ്ങൾക്ക് ഞങ്ങളിലുള്ള വിശ്വാസം നമ്മളുടെ റിസൾട്ടുകൾ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വിന്നേഴ്സും മറ്റു കുട്ടികളും ഒക്കെ ഇട്ടിരിക്കുന്ന റിവ്യൂസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ടോസ് അക്കാഡമിയിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നല്ലൊരു പാറ്റേണിലൂടെ, നല്ലൊരു ഫ്രം ദ ബിഗിനിങ് നല്ലൊരു ഒരു പ്രിപ്പറേഷൻ പ്ലാനിങ്ങിലൂടെ നിങ്ങൾ സെറ്റിലേക്ക് കടന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സെറ്റ് സുഗമമായിട്ട് ലഭിക്കും. അപ്പൊ കെമിസ്ട്രിയിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനോർഗാനിക് കെമിസ്ട്രിയിലെ എല്ലാ ടോപ്പിക്സും കോർഡിനേഷൻ, ഓർഗാനോമെറ്റാലിക്, ലാന്തനൈറ്റ്സ്, ബോറൈൻ ക്ലസ്റ്റേഴ്സ്, VSEPR തിയറി, ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്നതാണ്. നമ്മുടെ മറ്റു വീഡിയോകളിൽ, സ്റ്റഡി പ്ലാൻ വീഡിയോകളിലെല്ലാം നമ്മളത് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അതൊന്നും വിട്ട് കളയരുത്. അതിലെല്ലാം ഒരു ബേസിക്സ് ടു അഡ്വാൻസ്ഡ് രീതിയിൽ കോൺക്രീറ്റഡ് ആയിട്ടുള്ള ഒരു പഠനം നടത്തിക്കൊണ്ട് അതിനുശേഷം പുതിയതായിട്ട് ഇത്തവണ കഴിഞ്ഞ ചോദ്യപേപ്പറിൽ വന്ന ടോപ്പിക്സുകളും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ ഞാൻ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട പോർഷൻസ് പറഞ്ഞു. അപ്പം ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ നെയിംഡ് റിയാക്ഷൻ, റീഏജന്റ്, ഫോട്ടോ കെമിസ്ട്രി, സ്റ്റീരിയോ കെമിസ്ട്രി, പെരിസൈക്ലിക്കിലേക്ക് പോകും. ഫിസിക്കലിലേക്ക് വരുമ്പോൾ സ്പെക്ട്രോസ്കോപ്പി, ഗ്രൂപ്പ് തിയറി, ക്വാണ്ടം മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്, കൈനറ്റിക്സ്, സർഫസ് കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രി, ഇതെല്ലാം തന്നെ നിങ്ങൾ സ്വായത്തമാക്കണം. കൂടുതലും MCQs ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്തവണ പുതിയ പരീക്ഷാ പേപ്പറിൽ, ഈ കഴിഞ്ഞ പരീക്ഷാ പേപ്പറിൽ കടന്നു വന്നൊരു ചോദ്യമാണ് ഹാമറ്റ് ഇക്വേഷൻ. ഓക്കെ, ഹാമറ്റ് പ്ലോട്ട്. അപ്പൊ ഇത്തവണയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷനിലും ഉറപ്പായിട്ടും ഹാമറ്റ് ഇക്വേഷൻ, ആക്ച്വലി അത് ഫിസിക്കൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ടോപ്പിക്കാണ്. ഹാമറ്റ് ഇക്വേഷൻ നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതിന്റെ എല്ലാ ഏരിയാസും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഒരു ഉദാഹരണം നോക്കാം. ദ pKa ഓഫ് പാരാക്ലോറോ ബെൻസോയിക് ആസിഡും തന്നിട്ട് സിഗ്മ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ സിഗ്മ വാല്യൂ കണ്ടുപിടിക്കാൻ ലോഗ് പാരാക്ലോറോയുടെ K വാല്യൂ ഡിവൈഡഡ് ബൈ K വാല്യൂ ഓഫ് ബെൻസോയിക് ആസിഡിന്റെ വാല്യൂ ആണ് നമുക്ക് കാണണ്ടായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന് കാണാനായിട്ട് മൈനസ് ലോഗ് കൊടുത്താൽ log KPCl മൈനസ് log KH, അതൊന്ന് മൈനസ് ചെയ്താൽ മൈനസ് log KH മൈനസ് ഓഫ് മൈനസ് log KPCl എന്ന് തന്നെ എഴുതാം. അപ്പൊ PK ഓൾറെഡി തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് എടുത്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ ഇത്തവണ എനിക്ക് ഓർഡർ ആയിരുന്നു ചോദിച്ചത്, മെറ്റാ പാര ഓർത്തും. അടുത്ത തവണ ഇതുപോലെ ഒരു പ്രോബ്ലം ചോദിക്കാനൊരു സാധ്യതയുണ്ട്. അപ്പൊ കടന്നുകൂടിയിരിക്കുന്ന ഹാമറ്റ് ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഇതുപോലെയുള്ള പുത്തൻ ക്വസ്റ്റ്യൻസിലേക്ക് ഒരുപാട് ഫോക്കസ്, അതായത് ഫുൾ ടൈം അതിലേക്ക് ഊന്നൽ കൊടുക്കുക എന്നല്ല, നമ്മൾ ഈ ഒരു ഏരിയ പഠിക്കുന്നതിനോടൊപ്പം ഒരു ഇരട്ടി വെയിറ്റേജ് കൊടുത്താണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇനോർഗാനിക്കിന്റെയും ബേസിക്, ഓർഗാനിക്കിന്റെ ബേസിക്, ഫിസിക്കലിന്റെ ബേസിക്സ് എല്ലാം തന്നെ സ്വായത്തമാക്കണം. അതേ പ്ലസ് എക്സ്ട്രാ റാങ്ക് ഡിറ്റർമിനിങ് ചോദ്യങ്ങൾക്കാണ് ഈ ഒരു സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. അതോടൊപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ് അനലിറ്റിക്കൽ കെമിസ്ട്രി. കെമിസ്ട്രിയിലും ഇത്തവണ അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളുടെ ഒരു കടന്നുകയറ്റം ഇല്ലായിരുന്നു. അതിന് മുമ്പ് വരെ ഒരുപാട് അനലിറ്റിക്കൽ കെമിസ്ട്രി ടോപ്പിക്സ് ചോദിച്ചു. ഇപ്പം ഈ ഒരു ട്രെൻഡിനെ നിങ്ങൾ പരിശോധിച്ചാൽ ഇതുപോലെ ഉറങ്ങിക്കിടക്കുന്ന കുറച്ച് ടോപ്പിക്കാണ് ഹാമറ്റ് ഇക്വേഷൻസ് ഒക്കെ, ടാഫൽ പ്ലോട്ട്, ബട്ട്ലർ വോൾമർ ഇക്വേഷൻ, ഇതൊക്കെ കടന്നുകൂടാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ലൊരു അടിത്തറ കെമിസ്ട്രിയിലെ എല്ലാ ടോപ്പിക്സിലും ഉണ്ടാക്കുക. മീൻസ് കോമ്പറ്റേറ്റീവ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ടോപ്പിക്സ് വിട്ട് കളയരുത്. അതിലൊരു 90% നിങ്ങൾ അത് പഠിച്ചിട്ട് പ്ലസ് ഇങ്ങനെയുള്ള ടോപ്പിക്സ് കൂടെ നോക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ അഗ്രിഗേറ്റ് ഒക്കെ പലർക്കും ഈ എക്സാം കൂട്ടി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ സെപ്പറേറ്റ് മാർക്ക് കിട്ടും, എന്ത് ചെയ്യും, അഗ്രിഗേറ്റ് കിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഒരു കൃത്യം മാർക്കിലേക്ക് ഊന്നൽ വെച്ചാല്, അല്ലെങ്കിൽ അത് മാത്രം നോക്കിപ്പോയിട്ട് കൃത്യം മാർക്ക് കിട്ടിയാൽ നമുക്കൊരു ടെൻഷൻ ആയിരിക്കും. ചിലപ്പോൾ അഗ്രിഗേറ്റ് കടക്കില്ല. ചിലർക്ക് ഇത്തവണ ആണെങ്കിൽ ചിലര് ജനറൽ പേപ്പറിന്റെ കാര്യം പറഞ്ഞു, ചിലർക്ക് ജനറൽ പേപ്പർ പോകുന്നു, ചിലർക്ക് സബ്ജക്ട് പേപ്പർ പോകുന്നു. അപ്പൊ രണ്ടും നമുക്ക് അത്യാവശ്യമാണ്. അപ്പം എക്സാം ടഫ് ആവാം, ചിലപ്പം ഈസി ആവാം, അതൊക്കെ ഒരു വഴിക്ക് നടന്നോട്ടെ. പക്ഷെ നമ്മൾ ആ പ്രിപ്പറേഷൻ പക്കയാണെങ്കിൽ നമുക്ക് എക്സാം ടഫ് ആണെങ്കിലും ഈസി ആണെങ്കിലും നമ്മൾ കയറി പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർക്കുക, അഗ്രിഗേറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടണം സെപ്പറേറ്റ്
പാസും വേണം. അപ്പൊ അതിനൊക്കെ ആയിട്ട് ഈ എക്സ്ട്രാ ടോപ്പിക്കുകൾ പഠിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. പിന്നെ വരുന്നതാണ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിന്റെ ഒരു നെയിംഡ് സെറ്റ് ഓഫ് റിയാക്ഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, അത് കൃത്യമായിട്ട് പഠിക്കുക. ഇപ്പൊ ഈ ഐസോക്വിനോളിനെ ഓക്സിഡേഷൻ സംഭവിച്ചാൽ എന്ത് കിട്ടും? സിൻറ്റോമറോണിക് ആസിഡ്, ഐസോനിക്കോട്ടിനിക് ആസിഡ്. അപ്പൊ അതിന്റെയൊക്കെ സ്ട്രക്ചർ പഠിക്കുക. അപ്പൊ അതിന്റെയൊക്കെ ഫോർമുലകൾ പഠിക്കുക. അപ്പൊ അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഗ്രൂപ്പ് തിയറി എന്നാണേലും ഇത്തവണ ഒരുപാട് എന്താ പറയുന്നത്, ആ ഒരു ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷനോ അങ്ങനെ ഒന്നും വന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ഗ്രൂപ്പാണ് വന്നത്. അപ്പോൾ പോയിന്റ് ഗ്രൂപ്പ് നമ്മൾ ആദ്യം തൊട്ടേ പറയുന്ന കാര്യമാണ്. പോയിന്റ് ഗ്രൂപ്പ് എപ്പോഴും പഠിക്കുക എന്നുള്ളത്. പോയിന്റ് ഗ്രൂപ്പ് കൃത്യമായിട്ട് പഠിക്കണം. കാരണം അത് പഠിക്കാൻ തന്നെ ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പൊ ആ പോയിന്റ് ഗ്രൂപ്പിൽ നിന്നൊക്കെ ചോദ്യം വരുമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് പോയിന്റ് ഗ്രൂപ്പിൽ നിന്ന് ചോദ്യം വന്നു. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ ഇപ്പം ഇതിന്റെ പുറകിന് പോയിട്ട് ഗ്രൂപ്പ് തിയറി അങ്ങ് വിട്ട് കളഞ്ഞാൽ നമുക്കത് നഷ്ടമായിരിക്കും. ഗ്രൂപ്പ് തിയറിന്ന് 2-3 മാർക്കിന് വരുമ്പോൾ ഈ ഒരു മാർക്കിന് വേണ്ടി നമ്മൾ അതിനെ വിടുന്നത് എന്താണ് വൈസ് ആയിട്ടുള്ള തീരുമാനമല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ടോപ്പിക്സും മാക്സിമം ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോ സമയമുണ്ട്. ഓൾമോസ്റ്റ് 6 മാസം തന്നെ അടുത്ത പരീക്ഷയ്ക്ക് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം എക്സാംസിന്റെ എന്താണ് ടോപ്പിക്സ് എല്ലാം തന്നെ കവർ ചെയ്ത് നല്ലൊരു റിവിഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ആദ്യം മുതൽ ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് നല്ലൊരു പാറ്റേൺ ഫോളോ ചെയ്ത് ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് പുതിയ വന്ന മാറ്റങ്ങളെ മനസ്സിലാക്കി ആ ടോപ്പിക്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് പഠനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇത് കണ്ടോ, അസിഡിറ്റിയുടെ ഓർഡർ. ഇത് ശരിക്കും പറഞ്ഞ ഒരു +1 ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ചോദ്യ പേപ്പറിൽ കടന്നു വരാറുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ഒരു +1 ഒരു MCQs ഒക്കെ അല്ലെങ്കിൽ +1ന്റെ NCERT ടെക്സ്റ്റ് വായിച്ചാൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഓർഗാനിക്കിന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് വേണം നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഒരുപാട് സമയം നമ്മുടെ മുമ്പിലുണ്ട്. ലാസ്റ്റ് മിനിറ്റ് ഒരു 20 ഡേയ്സ് കൊണ്ട് എങ്ങനെ കവർ ചെയ്യാം, അങ്ങനെയൊന്നുമല്ല നമുക്ക് ഇനി ചെയ്യേണ്ടത്. നമുക്ക് 6 മാസം കൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു റിവിഷനും നടത്തി നമുക്ക് പരീക്ഷയ്ക്ക് ഫേസ് ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇത്തവണ പോയവര് നിങ്ങളുടെ ടൈം ആയിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ട് അതില്. ഇത്തവണ വിജയ ശതമാനം കുറവായിരുന്നു എന്നുള്ളത് ഒരു വളരെ വലിയ കാര്യമാണ്. അപ്പൊ എക്സാം അവർ അത്രയും പേരെ പാസ്സാക്കിക്കുന്നുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം നമുക്കിപ്പോ പിന്തിരിയാൻ പറ്റുമോ? നമുക്ക് പാസ്സായേ പറ്റത്തുള്ളൂ. നമ്മളുടെ ഡ്രീം ജോബാണ് അധ്യാപിക ആവുക അല്ലെങ്കിൽ അധ്യാപകനാവുക എന്നുള്ളത്. നമ്മൾ ആ 10% കയറി വരാനായിട്ട് നമുക്ക് അവരുടെ പെർസെന്റേജ് കൂട്ടാനോ കുറയ്ക്കാനോ അവരെ നമുക്കൊന്നും പുഷ് ചെയ്യാൻ പറ്റില്ല. നമ്മളാണ് മാറേണ്ടത്. നമ്മളാണ് മാറ്റം അനിവാര്യമാവുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു പ്രിപ്പറേഷൻ രീതി മാറ്റുക. ലാസ്റ്റ് മിനിറ്റത്തുള്ള സ്റ്റഡിക്കായിട്ട് നിൽക്കാതിരിക്കുക. ആദ്യം മുതലേ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുക. MCQs വർക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ കിട്ടുന്ന എന്ത് MCQs, ഈവൻ ഈ നമ്മുടെ അനലിറ്റിക്കൽ ടെക്നിക്സിന്റെ MCQ, മിസ്ലേനിയസ് ടോപ്പിക് ആയി ഗ്രീൻ കെമിസ്ട്രിയുടെ ഒക്കെ MCQ ഗൂഗിളിൽ കിട്ടും. അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ഈച്ച് ആൻഡ് എവറി ടൈം നിങ്ങളെ മോൾഡ് ചെയ്യുക, ഷാർപ്പ് ചെയ്യുക അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി. വീണ്ടും ഞാൻ പറയുന്നു, അടുത്ത പരീക്ഷ പാടാവാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. കാരണം പുതിയ കമ്മിറ്റികളും പുതിയ റിപ്പോർട്ടുകളും പുതിയ നൂതനമായ ഹയർ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ പറഞ്ഞ HSSTയിലും HSIയിലും ഒക്കെ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ലയനവും വരാനായിട്ട് പോകുന്നു. അപ്പൊ നമ്മളുടെ ചോദ്യത്തിന്റെ നിലവാരം മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് പരീക്ഷ പാസ്സാകാനായിട്ടുള്ള കാര്യം ശ്രമിക്കുക. അടുത്ത HSST വരുന്നത് വരെ നോക്കിയിരിക്കാനായിട്ട് നിൽക്കരുത്. കാരണം ആ ടൈം എത്തുമ്പോഴത്തേക്കും 26 എത്തുമ്പോഴത്തേക്ക് പരീക്ഷയുടെ നിലവാരം തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് കടന്നു പോകും. അപ്പൊ ഇപ്പൊ ഇടുന്ന എഫേർട്ടിനേക്കാൾ ഒരു 10 ടൈംസ് എഫേർട്ടൊക്കെ അപ്പോൾ ഇടേണ്ടി വരും. സോ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ ടൈമാണ്. ഈ നിമിഷം മുതൽ നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ടോസ് അക്കാഡമി നിങ്ങളോടൊപ്പം എന്ത് സഹായത്തിനും നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ടോസ് അക്കാഡമിയിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. അടുത്ത തവണത്തെ സെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ടോസ് അക്കാഡമി ആശംസിക്കുന്നു. താങ്ക് യു.